സിനിമയിൽ ഒരുപക്ഷെ ഒരു വളരെ ഉയർന്നൊരു ഹൈറ്റിൽ നിന്നിട്ട് പെട്ടെന്ന് ബ്രേക്ക് എടുത്ത് പോയിട്ട് മലയാളത്തിലേക്ക് തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. തിരിച്ചു വന്നപ്പോൾ കണ്ട മലയാളം എന്തായിരുന്നു, അല്ലെങ്കിൽ മലയാള സിനിമ എന്തായിരുന്നു? മലയാള സിനിമ അന്നും നല്ല സിനിമ ഇരുന്ന കാലമാണ്. ഇപ്പോൾ ഒരുപാട് ടെക്നിക്കൽ ചേഞ്ചസ് ഉണ്ട്. എല്ലാത്തിനും ഭയങ്കര ഈവൻ മ്യൂസിക്കും ആക്ഷനും ഇതൊക്കെ നന്നായി ഇമ്പ്രൂവ്മെൻ്റ് വന്നിട്ടുണ്ട്. പ്രേക്ഷകരും അത് മേ ബി പ്രേക്ഷകർ കാണുന്നതിനനുസരിച്ച് മലയാളം സിനിമ മാറിയിട്ടുമുണ്ട്. പിന്നെ ഇന്ന് ഒരുപാട് കമ്പാരിസണുണ്ട്, ടി വിസ് ഉണ്ട്, ചാനൽസ് ഉണ്ട്, ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. അവർക്ക് ഒരുപാട് ഭാഷകളിലുള്ള സിനിമകൾ കാണാൻ പറ്റും. നല്ല നല്ല മാറ്റമാണ്, നല്ല നല്ല മാറ്റങ്ങളാണ്. പേഴ്സണലായിട്ട് ചോദിക്കുകയാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് സിനിമ ആർക്ക് വേണമെങ്കിലും സിനിമ എടുക്കാം, പക്ഷേ സിനിമ തിയേറ്ററിൽ കൊണ്ടെത്തിക്കുന്നതാണ് പ്രശ്നം. കാരണം ഇപ്പോൾ നമ്മുടെ തിയേറ്ററിൻ്റെ എണ്ണങ്ങൾ കുറഞ്ഞിരിക്കുകയാണ്. സോ ഒരുപാട് സിനിമകൾ, നല്ല സിനിമകൾ വരുന്നുണ്ട്, പക്ഷേ ടൈമിന് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റാത്ത ചില ബുദ്ധിമുട്ടുകളുണ്ട്. സോ ഇതാണ് ഇവിടുത്തെ ഒരു മൈനസ് പോയിന്റ്. ശ്രീ വിമനു, ഒരു കാലത്ത് മലയാള സിനിമയിലേക്ക് അല്ലെങ്കിൽ മലയാളം സംവിധായകരിലേക്കാണ് ഇന്ത്യയോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ളവരെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഒരിടയ്ക്ക് മലയാളം പുറത്തേക്ക് നോക്കാൻ തുടങ്ങി. അവിടുത്തെ സിനിമകൾ അതേപോലെ അല്ലെങ്കിൽ അവിടുത്തെ ഇൻസ്പയർഡാന്ന് പറഞ്ഞാൽ ആ സിനിമകൾ ഇവിടെ ചെയ്യാൻ തുടങ്ങി. ഇപ്പം എന്താണ് മലയാളത്തിൻ്റെ ഒരു അവസ്ഥ? ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ അധികം ഇവിടെ ഒരു കൊറിയൻ ജ്വരമായിരുന്നു കുറേ കാലം. എന്താണെന്ന് പിടിപാടില്ലാത്ത ഒരവസ്ഥയുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ മാറി നിൽക്കുകയായിരുന്നു. ഇപ്പം മലയാളത്തിൽ ഇപ്പം അതിൻ്റെ ഒരു കാര്യം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു ഇൻസ്പയർഡ് ബൈ ദിസ് ഫിലിം അല്ലെങ്കിൽ ഇങ്ങനെ എന്നുള്ള ആ പരിപാടി ആ ടൈറ്റിലൊക്കെ ഇപ്പോൾ കാണാറില്ല. ഇപ്പോൾ ആൾക്കാർ കുറച്ചൊരു കണ്ടൻ്റ് ഉള്ളതും കുറച്ച് അങ്ങനത്തെ സിനിമകൾ, ഇപ്പോൾ നമ്മൾ ന്യൂ ജനറേഷൻ എന്നുള്ള ആ ഗ്രൂപ്പിൻ്റെ സിനിമകളൊക്കെ അതിൽ എത്രയോ നല്ല നല്ല കുറേ സിനിമകൾ, കുറേ നല്ല സംവിധായകരുണ്ട്. പക്ഷേ അതല്ലാതെ ചില തിരക്കിടകളും ഇതിൻ്റെ ഉള്ളിൽ കൂടി വന്നു പോകുന്നുണ്ട്. ആരും പിന്നെ കാണാറില്ല. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ വരുന്ന പല സിനിമകളും നല്ല രസകരമായിട്ടുള്ള കഥയെ ബേസ് ചെയ്യുന്ന സിനിമകളാണ്. ശരിക്കും നല്ലൊരു ആരോഗ്യപരമായ രീതിയിൽ ഉള്ള ചിന്തകളും കാര്യങ്ങളും മലയാളത്തിൽ വീണ്ടും സജീവമായി കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അന്യഭാഷകളിൽ വില്ലൻ വേഷങ്ങൾ വരെ താങ്കൾ ചെയ്തു. മലയാളത്തിലേക്ക് എപ്പോഴാണ് ഒരു ഹാർഡ് കോർ വില്ലനാവുന്നത്? ചെയ്യാണ്ടിരിക്കില്ല. എനിക്ക് അതിനനുസരിച്ചുള്ള നല്ലൊരു കഥാപാത്രം വരികയാണെങ്കിൽ ചെയ്യും. ഇപ്പം തമിഴിൽ പോലും ഞാൻ എല്ലാ പടങ്ങളും വില്ലനായിട്ട് ചെയ്യുന്നില്ല. ആകെ പറയുകയാണെങ്കിൽ 3 പടങ്ങൾ ചെയ്തിട്ടുള്ളൂ അങ്ങനെ. പക്ഷേ അതൊക്കെ ഹാർഡ് കോർ, അതും നോക്കുകയാണെങ്കിൽ 3 വ്യത്യസ്ത തരത്തിലുള്ള വില്ലൻ വേഷങ്ങളാണ്. എല്ലാം ക്യാരക്ടറുള്ള വില്ലന്മാരാണ്. ക്യാരക്ടറും അല്ലെങ്കിൽ ടൈറ്റിൽ വില്ലന്മാർ. ഇപ്പം ഞാൻ എന്നുമോൻ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഹീറോ തന്നെ പ്രൊഡ്യൂസറും ഹീറോ ഒക്കെയാണ്. എന്നാൽ പോലും ഞാനാണ് ആ ടൈറ്റിലും, ഞാനാണ് എല്ലാം. അതൊരു മന്ത്രി ക്യാരക്ടറൊക്കെയാണ്. പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ ഉണ്ടല്ലോ, നമ്മളിപ്പം ഓടിക്കഴിഞ്ഞ് ഒരു പടം വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന കഥകളൊക്കെ അതിന് ബേസ് ചെയ്തിട്ടോ ആ കഥാപാത്രത്തെ ബേസ് ചെയ്തായിരിക്കും ഓഫറുകൾ വരുമെന്നറിയാം. എനിക്കെല്ലാം ചൂസ് ചെയ്ത് പൈസ ഉണ്ടാക്കി പോകാമായിരുന്നു. പക്ഷേ ഇല്ല, ഞാൻ അവിടെയും ചൂസ് ചെയ്തുകൊണ്ടിരുന്നു ഏത് ചെയ്യണം എന്നുള്ളത്. സോ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് ഒരു 1-2 നല്ല നല്ല സിനിമകൾ കിട്ടാനുള്ള എൻ്റെ അടുത്ത് വരുന്നവരൊക്കെ എനിക്ക് നല്ല അപ്രോച്ച് വന്നു. അതുപോലെ തന്നെ മലയാളത്തിൽ അങ്ങനെ നല്ല കഥകൾ വരികയാണെങ്കിൽ നല്ല സിനിമകൾ എനിക്കത് ഇഷ്ടപ്പെടണം. ഫസ്റ്റ് ഞാൻ വെറും പൈസ ആണ് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ ഇതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. കോളേജിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന അസൂയ ഇപ്പോൾ കുറഞ്ഞോ? ഇപ്പോൾ കുറഞ്ഞെന്ന് മാത്രമല്ല, ഞാൻ ഇത്ര കംഫർട്ടായിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിട്ടില്ല. താടി കണ്ടിട്ട് കളറൊന്നും പോവാണ്ട് അല്ല, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം സെറ്റിൽ റിമാനിൽ ഞാൻ പറഞ്ഞ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത മാത്രമല്ല, പിന്നെ റിമാൻ പല സിനിമകളും ചെയ്ത് പല വലിയ ഡയറക്ടേഴ്സിൻ്റെയൊക്കെ ചെയ്ത. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കംഫർട്ടായിരുന്നു. കാരണം അത് മാത്രമല്ല, പല സീനുകളും പലപ്പോഴും എന്നോട് ഇങ്ങനെ ഓരോ സീൻ ഷോട്ട് എടുക്കുന്നതും ഞാൻ ഇങ്ങനെ എന്നോട് ചിലപ്പോൾ പറയും എങ്ങനെയാണ് ഒന്ന് കാണിച്ചതെന്ന് പറയും. പക്ഷേ കാണിച്ചു കൊടുത്താലും എനിക്ക് ഞാൻ വിചാരിക്കുന്ന ഡബിൾ ഇമ്പാക്റ്റ്. ഇപ്പോൾ വെറുതെ ചില ഇൻ്റർവ്യൂസിന് ആർട്ടിസ്റ്റും ഡയറക്ടറും കൂടി അങ്ങോട്ട് സൂചിപ്പിച്ച് സംസാരിക്കും. ഞാനതല്ല, വളരെ സിൻസിയറായിട്ട് പറയാം. എനിക്ക് ഞാൻ വിചാരിച്ചതിനേക്കാളും വളരെ ഇമ്പാക്റ്റായിട്ട് ഈ ക്യാരക്ടറിന് എൻ്റെ കയ്യിലേക്ക് വളരെ ഭദ്രമായിട്ട് റഹ്മാൻ ചെയ്തു തന്നു എന്നുള്ളതിന് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. വന്നു പോയി മഴയും ഇതിലെ വന്നു
നീ